അറസ്റ്റിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറുകയും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. CPM എടുത്ത നിലപാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് തെറ്റാണ്. അത് ശബരിമലയിൽ തെറ്റാണ്. നമ്മുടെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സഹോദരൻ, മുസ്ലിം മൗലവിയോ ക്രിസ്ത്യൻ പള്ളിയിലച്ചനെയോ ഇതേപോലൊരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യൂ. സാക്ഷാൽ ശബരിമല അയ്യപ്പസ്വാമിയുടെ പ്രതിപുരുഷനായ തന്ത്രി ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് അറിയുമ്പോൾ അല്ലെങ്കിൽ സംശയം തോന്നുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കേണ്ടതായിരുന്നില്ല. നമസ്കാരം. ഒരു കേസിൽ പ്രതിസ്ഥാനത്തുള്ള ഒരാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചാൽ അത് കോടതിയുടെ താല്പര്യത്തിന് അടിസ്ഥാനമായല്ല. പ്രതിക്കെതിരെ മറുഭാഗം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കാവുന്ന തെളിവുകൾ ഇല്ലാതെ വരുമ്പോഴാണ് കോടതി ജാമ്യം നൽകുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതിയുടെ തീരുമാനം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഭരണഘടനയെ മാനിക്കുന്നതും കോടതിയെ ബഹുമാനിക്കുന്നതും അംഗീകരിക്കുന്നതുമെല്ലാം. അങ്ങനെ ഒരു യുക്തിഭദ്രമായ തീരുമാനം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി 41 ദിവസം ജയിൽവാസം അനുഭവിച്ച തന്ത്രി കണ്ഠരര് രാജീവരുടെ കാര്യത്തിലും കൊല്ലം വിജിലൻസ് കോടതി എടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഉതകുന്ന തെളിവുകൾ ഇല്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അങ്ങനെ SITയുടെ വാദങ്ങൾ തള്ളി തന്ത്രിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആസ്പദമായ തെളിവുകൾ നിരത്താനാവാതെ പോയ SITക്ക് കോടതിയുടെ തീരുമാനം തിരിച്ചടിയായി എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കവുമായി SITക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. SIT അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുമോ? അങ്ങനെയാണെങ്കിൽ SITയുടെ നീക്കം ആർക്കു വേണ്ടിയാണ്? പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ ചേരുകയാണ്. രാഹുൽ, സ്വാഗതം. നമസ്കാരം മാഡം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി SIT ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്ന തരത്തിലൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. അതിലേക്ക് കടക്കുമോ SIT കടക്കണമെന്ന് SITയോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ദയവായി ഹൈക്കോടതിയിൽ പോവുകയും തന്ത്രിക്ക് ഈ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് SIT തീർച്ചയായിട്ടും മുമ്പോട്ട് പോകണം. അപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും കൂടി ഇത്തരം ശക്തമായൊരു നിരീക്ഷണം വരുമ്പോൾ പൊതുജനങ്ങൾക്കും വിശ്വാസികൾക്കും മാധ്യമങ്ങൾക്കും കുറേ കൂടെ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും. ഞാനത് വായിക്കുന്നത് പേജ് നമ്പർ 91, 92, 88 പാരഗ്രാഫ് നമ്മുടെ കോടതിയുടെ വിധിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കോടതി പറഞ്ഞിരിക്കുന്നത്, വെരി ഇമ്പോർട്ടൻ്റ്ലി, വളരെ പ്രാധാന്യം, there is nothing on record for the matter, not even an iota of evidence from the side of SIT to establish any positive involvement on the part of തന്ത്രി. അതായത് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ പറയട്ടെ, there is nothing on record for the matter. ഇതിൽ പറയാൻ ഓൺ റെക്കോർഡായിട്ട് ഒന്നും SITക്കില്ല. not even an iota of evidence. കടുകുമണിയോളം പോലും കണ്ഠരര് രാജീവർക്കെതിരെ തെളിവില്ല. കടുകുമണിയോളം പോലും തെളിവില്ലാതെയാണ് ശബരിമല ക്ഷേത്രത്തിലെ, അതായത് കോടിക്കണക്കിന് ഭക്തരുള്ള ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ 41 ദിവസം കള്ളക്കേസിൽപ്പെട്ട് ജയിലിലടച്ചത്. ശ്രീ നമ്പി നാരായണൻ 50 ദിവസം കള്ളക്കേസിൽ ജയിലിൽ കിടന്നതിന് ശേഷം ശബരിമല തന്ത്രി 41 ദിവസം ഒരു കള്ളക്കേസിൽ ജയിലിൽ കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തന്ത്രി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന നടത്തിയതിനോ അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ടതിനോ പ്രാഥമിക തെളിവുകൾ ഹാജരാക്കാതെയായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ്. അത് തന്ത്രിയുടെ അഭിഭാഷകൻ പറഞ്ഞിരുന്നുമാണ്. അത് ശരിവെക്കുന്നതാണ് തന്ത്രിയുടെ ജാമ്യ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ. രാഹുൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഉത്തരവിൽ. അത് ചിലതാണ് രാഹുൽ എടുത്തു പറഞ്ഞത്. പിന്നെ എന്തിനാണ് അറസ്റ്റ് ഉണ്ടായത്? അതിന് പിന്നിൽ എന്താണ്? അറസ്റ്റിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ SIT PIT ആയി മാറുന്നതിൻ്റെ അല്ലെങ്കിൽ മാറുമ്പോഴുണ്ടാകുന്നതാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറുകയും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. 2 രാഷ്ട്രീയ കാരണങ്ങൾ. ഒന്ന്, CPMന് നേരെയും CPMൻ്റെ മുതിർന്ന നേതാക്കൾക്ക് നേരെയും ചോദ്യം ഉയരുന്നു. ആ ചോദ്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ വരുന്നു. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലെ വിമർശനങ്ങൾ വരുന്നു. അതിൽ നിന്നടക്കം ശ്രദ്ധ മാറ്റാൻ. 2, 2018-19 കാലത്തിൽ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ശക്തമായ നിലപാടാണ് കണ്ഠരര് രാജീവർ എടുത്തത്. മായാജിയുടെ കൗതുകത്തിന് വേണ്ടി കൂടി ഒരു കാര്യം, ഞാനും കണ്ഠരര് രാജീവരും പരസ്യമായി എന്താ പറയണേ വഴക്കിട്ടിട്ടുള്ള, പരസ്യമായി തർക്കിച്ചിട്ടുള്ള അവസരമാണത്. അതായത് അദ്ദേഹം കുറേ കൂടെ സാത്വികനായ മനുഷ്യനാണ്, ഞാൻ എടുക്കുന്നത് കുറേ കൂടെ അഗ്രസീവ് സ്റ്റാൻഡാണ്, അസർട്ടീവ് സ്റ്റാൻഡാണ്, ഇത് വേണ്ടാന്ന് എന്നെ ഉപദേശിക്കുകയും വഴക്ക് പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഉദാഹരണം, ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ദേവകി അന്തർജനമാണ്. താഴമൺ മഠത്തിലെ കണ്ഠരര് മഹേശ്വരയുടെ ധർമ്മഭക്തിയായിരുന്ന ഏറ്റവും മുതിർന്ന പ്രായമുള്ള സ്ത്രീ. 82 വയസ്സിലാണ് മുത്തശ്ശി അറസ്റ്റ് ചെയ്യുന്നത്. കണ്ഠരര് രാജീവർക്ക് എന്നോട് ഇതിൽ
റെക്ലെസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ച് വഴക്ക് പറയുകയും ചെയ്തു, പരസ്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് ഇത്രയും മുതിർന്ന ഒരു അന്തർജനത്തിനെ അങ്ങനെ അറസ്റ്റിലേക്ക് കൊണ്ടുപോകരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതായത് അദ്ദേഹം അവിടെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ വിഷമം കാരണമാണ്. അത്ര സാത്വികനായ അഗ്രസീവ് ആകരുതെന്ന് പറയുന്ന ഏറ്റവും സോഫ്റ്റായി നിൽക്കുന്ന ഈ മനുഷ്യൻ പക്ഷേ ഒരിക്കൽ കടുത്തൊരു സ്റ്റാൻഡിലേക്ക് എടുത്തത് പോലീസുകാരുടെ യൂണിഫോം ധരിപ്പിച്ച് ശബരിമലയിലേക്ക് ചില യുവതികളെ കൊണ്ടു ചെല്ലാൻ ചില ആൾക്കാർ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ശബരിമലയിൽ അങ്ങനെ യുവതികൾ കയറുകയാണെങ്കിൽ 100% ഞാൻ ശബരിമല നട അടച്ചിട്ട് പോകും. അന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്, തന്ത്രിയുടെ കോന്താലയിലല്ല ശബരിമലയുടെ ശ്രീകോവിലിൻ്റെ താക്കോൽ കിടക്കുന്നതെന്ന് പറയുകയും മറ്റൊരു തന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും മറ്റും ചെയ്തു. അദ്ദേഹം ഒരു കേസിൽ വാദിയായിരുന്നു. ആ കേസിലെ വാദിയായിരുന്ന അദ്ദേഹത്തെ പല കാര്യങ്ങളും കൊണ്ട് അദ്ദേഹം അധിക്ഷേപിക്കുകയും മറ്റും ചെയ്തു. എന്തായാലും ഇപ്പോൾ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് മനസ്സിലായി കാണണം ശബരിമലയിലെ കീ ആരുടെ കയ്യിലാണ് എന്നുള്ളതും ശബരിമലയിലെ യുവതി പ്രവേശനത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും. പിന്നീട് സ്വാഗതാർഹമാണ്, അടുത്ത ഞാൻ പറയുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്, CPM വീട് വീടാന്തരം കയറി ക്ഷമ പറഞ്ഞു. CPM അയ്യപ്പ വിശ്വാസികളെയും ഹിന്ദു ജനവിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളെയും അധിക്ഷേപിച്ചതിന് വീട് വീടാന്തരം കയറി ക്ഷമ പറഞ്ഞത് അവരെടുത്ത നിലപാട് തെറ്റാണ്. അവിടെയാണ് നമുക്ക് ഒരു പാർട്ടിയോടും ദേഷ്യമോ എന്താ പറയുന്നത് അമിത സ്നേഹമോ ഒന്നുമില്ല. പക്ഷേ CPM എടുത്ത നിലപാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് തെറ്റാണ്. അത് ശബരിമലയിൽ തെറ്റാണ്. ഇന്ന് യുവതി പ്രവേശത്തിൻ്റെ വിഷയത്തിൽ അന്ന് തെറ്റാണ്. ഇന്ന് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തതും തെറ്റാണ്. നമ്മുടെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സഹോദരൻ, മുസ്ലിം മൗലവിയോ ക്രിസ്ത്യൻ പള്ളിയിലച്ചനെയോ ഇതേപോലൊരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യൂ. ശബരിമല യുവതി പ്രവേശന സമയത്ത് തന്ത്രിയുടെ ഒരു സ്റ്റാൻഡ്, തന്ത്രി എടുത്ത തീരുമാനങ്ങൾ, അതിനോടുള്ള വിരോധം, അതിപ്പോൾ രാഹുൽ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ശബരിമല ക്ഷേത്രനട എല്ലാ ദിവസവും തുറക്കാനുള്ളൊരു തീരുമാനം, അത് അക്കാര്യത്തിൽ വലിയ താല്പര്യമുള്ളൊരു വിഭാഗമുണ്ട്. അതിനോട് വലിയ എതിർപ്പാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതും ഒരു കാരണമല്ലേ? അറിഞ്ഞിരിക്കാനുള്ള കാരണം ഇതൊരു അമ്പലമാണ്, ടൂറിസ്റ്റ് സ്ഥലമല്ല. അതായത് വരുമാനം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഓരോ അമ്പലത്തിനും, എല്ലാ അമ്പലത്തിനും നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം ആഗമശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ തന്ത്രശാസ്ത്രം വെച്ചാണ് ഓരോ അമ്പലവും പ്രതിഷ്ഠിക്കുന്നത്. ആ അമ്പലത്തിനൊരു പ്രാണപ്രതിഷ്ഠ നടക്കും. നമ്മുടെ ശ്രീരാമക്ഷേത്രത്തിൽ നടന്നതുപോലെ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കും. അപ്പോൾ അതിന് ആചാരാനുഷ്ഠാനങ്ങളും വിധാനങ്ങളും ഉണ്ട് ആഗമശാസ്ത്രങ്ങൾ പ്രകാരം. ശബരിമലയിലെ ധർമ്മശാസ്താവായ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ യോഗി ഭാവത്തിലാണ് ഇരിക്കുന്നത്. അതാണ് മാസം 5 ദിവസം, ബാക്കിയുള്ള മണ്ഡല മകരവിളക്ക് കാലം. ഇതൊരു ചിട്ടയും സമ്പ്രദായവും അനുഷ്ഠാനവുമാണ്. ഇതിൽ വിശ്വസിക്കുന്നവർ അങ്ങോട്ട് വന്നാൽ മതി. ശബരിമലയിൽ കോടിക്കണക്കിന് ഭക്തർ അങ്ങനെ വരുന്നുണ്ട്. ഇതെല്ലാം ആചാരമര്യാദകൾ പാലിച്ചാണ്. ഇപ്പോൾ എനിക്ക് ആളുടെ പേര് പറയാൻ പറ്റില്ല, വളരെ മുതിർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ഠരര് മഹേശ്വർ കൂടി ഇരിക്കുന്ന സമയത്ത് വളരെ സീരിയസ് ആയി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. വന്ന് മുത്തച്ഛനോട് ചോദിച്ചു, നമുക്ക് 4 സൈഡിലും 18-ാം പടി കിട്ടിയാലോ? ഇപ്പം വാർത്തകൾ ഗൂഗിളിൽ അടിച്ചു നോക്കി അതിന് കിട്ടും ആരാണ്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു തമാശ പറയേണ്ടതാണ്. അതായത് ഈ തിരക്കുള്ളത് കാരണം ആ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു തമാശ രൂപത്തിൽ പറയുകയാണ്. അതായത് ശബരിമല ഇപ്പം 18-ാം പടി കണ്ടല്ലോ, ഈ 4 സൈഡിൽ നിന്നും 18-ാം പടി കിട്ടിയാലോ? അപ്പം നമ്മൾ അതായത് ഏറ്റവും പോലീസിൻ്റെ തലപ്പത്തുള്ള 1-2 ആൾക്കാരിൽ ഒരാളാണ്. മുത്തശ്ശൻ പറഞ്ഞു, സാറേ അതെങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുക? നമ്മുടെ ഒരു വിശ്വാസം 18-ാം പടിയുണ്ട്, അയ്യപ്പൻ്റെ ചരിത്രം, അല്ല കുറച്ച് തിരക്ക് കുറയ്ക്കായിരുന്നു എന്ന്. രാഹുലിന് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ. അതിൻ്റെ പ്രശ്നം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ശരിക്കും അതായത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാലേ പോലീസുകാരുടെ ബുദ്ധിമുട്ട് നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അങ്ങനെയാണ് ജയകുമാർ സാർ മുമ്പിരുന്ന സമയത്ത് തന്ത്രിമാരും മേൽശാന്തിമാരും അവിടെ ഉറങ്ങാറ് പോലുമില്ല. അതായത് രാത്രി 11 മണിക്ക് നടയടച്ചാൽ പിന്നെ രാവിലെ 3 മണിക്ക് വീണ്ടും നട തുറക്കുകയാണ്. അപ്പോൾ ആകെ 3 മണിക്കൂർ കടന്നു, അതായത് പൂജയ്ക്കും മറ്റും കയറണമെങ്കിൽ രാവിലെ 2-2:30 എണീക്കണം. അപ്പോൾ അങ്ങനെ ആ 4 എന്നുള്ളത് 1 മണിക്കൂർ മുമ്പോട്ടാക്കി, ഉച്ചക്കത്തെ സമയം കുറച്ചു. ഇതൊക്കെ പ്രാക്ടിക്കലും പോസിബിളുമാണ്. നമ്മൾ ഒട്ടും റിജിഡ് അല്ല. എന്നാൽ നേരെ തിരിച്ച് 18-ാം പടി 4 സ്ഥലങ്ങളിൽ എടുത്തു നോക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ആരോ വളരെ പ്രസിദ്ധമായി വാട്സപ്പിൽ പറഞ്ഞത്, ഇങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ടെങ്കിൽ മറ്റേ ഒരു അയ്യപ്പ വിഗ്രഹം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെയല്ല, നമ്മുടെ അമ്പലങ്ങളെക്കുറിച്ച് അടിസ്ഥാന ധാരണയില്ലാത്തവരാണ് ഇത് പറയുന്നത്. ഈ ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ തന്ത്രിയുടെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും സ്വത്ത് സമ്പാദനം സംബന്ധിച്ച നിർണായക തെളിവുകൾ SIT ഹാജരാക്കിയിരുന്നു. ഇരുവരുടെയും പേരിൽ കണക്കിൽപ്പെടാത്ത വൻ നിക്ഷേപമുണ്ടെന്നാണ് SITയുടെ ഒരു കണ്ടെത്തൽ. പ്രതിയുടെ സാമ്പത്തിക സ്രോതസ്സ് ദുരൂഹമാണെന്നും വിശദമായ അന്വേഷണം വേണമെന്നൊക്കെയാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ED സമൻസ്? അല്ല, 2 കാര്യങ്ങൾ. ഒന്ന്, ED പലരുടെയും വീട് റെയ്ഡ് ചെയ്തു. ED പോകാത്ത ഏക വീട് തന്ത്രിയുടെയാണ്. ഈ മാർച്ച് 4-ന് ED അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം തീർച്ചയായിട്ടും അത് പോവുകയും ചെയ്യും, സംശയമൊന്നുമില്ല. വളരെ ലോ അബൈഡിംഗ് ആണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെക്കുറിച്ച് SIT പറഞ്ഞ വാദങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട കോടതി കൃത്യമായിട്ട് വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു അമ്പലത്തിലെ തന്ത്രിയാണ്, അദ്ദേഹത്തിന് ദക്ഷിണ കിട്ടുന്നതാണ്, ഇതിൽ യാതൊരു ദുരൂഹതയും ഇല്ല, ഉണ്ടെന്ന് SITക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി വിധിന്യായത്തിൽ തന്നെയുണ്ട്. ഇനി കോടതി വിധിന്യായത്തിലെ നേരത്തെ പറഞ്ഞ
പറഞ്ഞ ചോദ്യത്തിന് ഒരു വാക്കും കൂടെ വായിക്കാം. ദ കേസ് ഓഫ് SIT റിഗാർഡിംഗ് ക്രിമിനൽ കോൺസ്പിറസി ഫെയിൽസ്. അതായത് ഈ ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടെന്ന് ഫെയിൽ ചെയ്യുകയാണ്. കാരണം തന്ത്രി ഈ 2 മഹസറിൽ ഒപ്പിട്ടിട്ട് തന്നെ ഇല്ല. അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ തന്ത്രി ഒപ്പിട്ടാ കുറ്റം, ഒപ്പിട്ടല്ലെങ്കിൽ കുറ്റം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കില്ലേ ഒരാളെ ദൈവത്തിൻ്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുക? ഇന്ത്യ അങ്ങനെ ഒരു IPC സെക്ഷൻ ഉണ്ടോ? അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയെ അയ്യപ്പൻ്റെ അനുമതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുക. SIT അടുത്ത പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ലെന്നാണ്. ഈ SITക്ക് എന്തറിയാം ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണ്? ഇനിയും തന്ത്രി രാഹുൽ ആ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഒരു സംശയമാണ്, പൊതുജനത്തിന് വരുന്നൊരു സംശയമാണത്. തന്ത്രിക്ക് താന്ത്രികപരമായ അധികാരങ്ങൾ മാത്രമാണ് ഉള്ളത്. ശബരിമലയിലെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ സ്വർണ്ണപ്പാളികളടക്കം കൊടുത്തുവിടുന്നതിൽ നേരിട്ട് പങ്കില്ല. ഈ വാദങ്ങളൊക്കെ തന്ത്രിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചതാണ്. കോടതി അതെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ജാമ്യം ലഭിച്ചതും. പക്ഷേ ഒരു സംശയം ഉയർന്നത്, സാക്ഷാൽ ശബരിമല അയ്യപ്പസ്വാമിയുടെ പ്രതിപുരുഷനായ തന്ത്രി ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് അറിയുമ്പോൾ അല്ലെങ്കിൽ സംശയം തോന്നുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കേണ്ടതായിരുന്നില്ലേ? ചോദ്യം. ഈ കൊള്ളയുടെ ഒരു മുഴുവൻ വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാനായിട്ടുണ്ടാവില്ല. പക്ഷേ ലവലേശം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ചോദ്യമാണ്. താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. 2025 കേരള ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 ശബരിമല തന്ത്രി എങ്ങനെ മുൻകൂട്ടി കാണും? അതായത് 2019 ജൂലൈ 19, 20 നടന്ന സ്വർണ്ണക്കൊള്ള ഹൈക്കോടതി അടക്കം തിരിച്ചറിയുന്നത്, അതായത് ഇതിൻ്റെ ഉത്തരവാദിത്വവും ഇത് അറിയാൻ ബാധ്യസ്ഥപ്പെടുമായ ഇതിൻ്റെ മേൽ സൂപ്പർവിഷനുള്ള കേരള ഹൈക്കോടതി തിരിച്ചറിയുന്നത് 2025 നമുക്കെല്ലാം അറിയുന്നത് പോലെ. അപ്പോൾ 2025 ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 തന്ത്രി എങ്ങനെ മുൻകൂട്ടി കാണും? 1. 2, തന്ത്രിയുടെ മുമ്പിൽ വെച്ച് ദേവസ്വം ബോർഡല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നത്? തന്ത്രി എന്തിനാ സംശയിക്കുന്നത്? ഇനിയും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തൂക്കം കുറഞ്ഞോ ഇല്ലയോ എന്ന് നോക്കി മനസ്സിലാക്കാൻ തന്ത്രി സ്വർണ്ണപ്പണിക്കാരനാണോ? അതായത് ഇപ്പം പല ആൾക്കാരും പറയുന്ന ഒരു നറേറ്റീവ്, ശബരിമലയിൽ തന്ത്രി അറിയാതെ ഇല എന്നെങ്കില്ല എന്നുള്ളതൊക്കെയാണ്. ചുമ്മാ പറയുന്നതാണ്. തന്ത്രിക്ക് ഈ തന്ത്രിക്കെന്നല്ല, എല്ലാ തന്ത്രിമാർക്കും ആചാര കാര്യങ്ങളിൽ, അനുഷ്ഠാന കാര്യങ്ങളിൽ, പൂജാ കാര്യങ്ങളിലേ ഉത്തരവാദിത്തമുള്ളൂ. അത് കോടതി വിധിയിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് പെട്ടെന്നൊരു സാധാരണ ഉദാഹരണത്തിൽ പറയാം. തന്ത്രിക്ക് ഇന്ന പൂവ് മേടിക്കണമെന്ന് തീർച്ചയായിട്ടും പറയാം. പക്ഷേ ആ പൂവ് എവിടെ നിന്ന് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. പക്ഷേ രാഹുൽ, ഈ സ്വർണ്ണപ്പാളികളൊക്കെ ഉണ്ടല്ലോ, അത് ഒരിക്കലൊന്നുമല്ല, പല തവണയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അറിയും? അതായത് രാജീവർക്ക് എങ്ങനെ അറിയില്ലേ ഇത്രയും പ്രാവശ്യം സ്വർണം പൂശേണ്ടതുണ്ടോ? കാലാകാലങ്ങളായി അവിടെ ഘടന അറിയുന്ന ആളല്ലേ? കൃത്യമായി പറയാം. അതായത് ഈ അടുത്ത കാലത്ത് അടിക്കടി ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം, എങ്ങനെയാ? അതായത് അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടാവില്ല. കൃത്യമായി കോടതിയുടെ വാക്കുകൾ പറയാം. തന്ത്രിക്ക് താന്ത്രിക കാര്യങ്ങളിൽ മാത്രമാണ് ഉത്തരവാദിത്വമുള്ളത്. ശബരിമലയിൽ നടന്നത് റിപ്പയർ വർക്ക് ആൻഡ് മെയിൻ്റനൻസ് വർക്കാണ്. ഇതിൽ തന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല. ഇത് ദേവസ്വം മാനുവലിൽ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണം പറയാം. ദേവസ്വം മാനുവൽ പ്രകാരം ശബരിമല എന്നൊരു കാര്യം എടുത്തുകൊണ്ട് പോകരുത്, അല്ലെങ്കിൽ വൈകിട്ട് അവിടെ വെച്ച് പണിയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നോക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. അതായത് തന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്ക് റിപ്പയർ, മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അതങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എല്ലാ അമ്പലങ്ങളിലും. ഈ അമ്പലങ്ങളിൽ മാത്രമല്ല, എല്ലാ അമ്പലങ്ങളിലും നമുക്ക് 2 കൈ ഉള്ളതുപോലെ അമ്പലത്തിന് 2 കൈയുണ്ട്. ഒരു കൈ ആചാരപരമാണ്, ഒരു കൈ അഡ്മിനിസ്ട്രേഷനാണ്. ഈ ആചാര കാര്യങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയാണ്. ഇപ്പോൾ യുവതികൾ വേണോ വേണ്ടയോ ഇതൊക്കെ തന്ത്രിയുടെ റൈറ്റാണ്. എന്നാൽ നേരെ തിരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, റിപ്പയർ, മെയിൻ്റനൻസ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ദേവസ്വം ബോർഡിനാണ് പരമാധികാരവും ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദേവസ്വം ബോർഡ് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് കാണണം, ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, വിധി വന്നോട്ടെ. പക്ഷേ അതിന് തന്ത്രിയെ കൊടുക്കുകയും കൂടെ ചെയ്തു. ഇനിയും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്ത്രിക്ക് എങ്ങനെ അറിയാൻ പറ്റും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊള്ള നടത്താൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്? ഇനിയും തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞോ എന്ന് തന്ത്രി അല്ലല്ലോ മെഷർ ചെയ്യുന്നത്, തന്ത്രി അല്ലല്ലോ തൂക്കി നോക്കുന്നത്, ദേവസ്വം ബോർഡല്ലേ. അപ്പം ദേവസ്വം ബോർഡിന് ധാർമ്മികമായൊരു ഉത്തരവാദിത്തമുണ്ട്, 1, നിയമപരമായ ഉത്തരവാദിത്തമുണ്ട്, 2, ഇനി ദേവസ്വം ബോർഡ് കൊള്ളയ്ക്ക് അതൊക്കെ ശരിയാണ് രാഹുൽ. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ വ്യക്തി 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല ഇത് അഴിച്ചു കൊണ്ടുപോയത്. അത് കാലാകാലങ്ങളായി ശബരിമലയുടെ ഒരു രീതികളൊക്കെ അറിയുന്ന അഴിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു തെറ്റുമില്ല.
അഴിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു തെറ്റുമില്ല. അഴിച്ചുകൊണ്ട് പോയത് എന്തിന് എന്ന ഒരു ചോദ്യം, അതിനും പ്രശ്നമില്ല. അതായത് ഞാൻ തിരിച്ചു ചോദിക്കാം, ഈ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാം. അഴിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് അതേ സ്വർണം തന്നെ തിരിച്ചു വന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അല്ല, അത് എന്തിനാണ് ഇത് അടിക്കടി, ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം. വീട്ടിലാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നെങ്കിൽ അവിടുത്തെ കാരണവരായിട്ടുള്ള ആൾ ആ ഒരു ചോദ്യം ഉന്നയിക്കില്ലേ? കുറച്ചുകൂടെ കൃത്യമായി കോടതിയുടെ വാക്കുകളിൽ മറുപടി പറയാം. തന്ത്രിക്ക് ഉത്തരവാദിത്വവും അധികാരവും സാങ്ക്ടം സാങ്ക്ടോറം അഥവാ നമ്മൾ ശ്രീകോവിൽ എന്ന് വിളിക്കുന്ന കാര്യങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾക്കാണ്, വെളിയിൽ വരുന്ന കാര്യങ്ങൾക്കല്ല. ദ്വാരപാല ശില്പങ്ങൾ നമുക്കറിയുന്നത് പോലെ ശ്രീകോവിലിന്റെ തൊട്ട് വെളിയിലിരിക്കുന്ന കാര്യമാണ്. ഇത് കോടതി വിധിയിലുള്ള കാര്യമാണ്. 2, ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി ആ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശണമെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകുമ്പോൾ തന്ത്രിക്ക് എന്തിനാ സംശയം തോന്നുന്നുണ്ട്? കാര്യം ദേവസ്വം ബോർഡ് വെരിഫൈ ആയിട്ടല്ലേ കൊടുക്കുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് വെരിഫൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കള്ളത്തരം കാണിച്ചു എന്ന് തന്ത്രിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പം നമുക്ക് കണ്ടാൽ അറിയാമോ ഒരു കാര്യം സ്വർണം പൂശിയതാണോ പതിച്ചതാണോ? നായാജിക്കും എനിക്കും അറിയാൻ പറ്റൂല്ല. തിരിച്ചു വരുമ്പോൾ ഏകദേശം 3.8 കിലോഗ്രാം കുറഞ്ഞു എന്ന് നമുക്ക് നോട്ടത്തിൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയിലെ കേസ് എന്താണ്? സ്വർണം പതിച്ച പാളികളിൽ മാറ്റി സ്വർണം പൂശിയ പാളികളാക്കി. 2.7 1.5 കിലോഗ്രാമും ഉള്ളത് തിരിച്ചു വന്നപ്പോൾ 400 ഗ്രാമും 500 ഗ്രാമും സ്വർണം പൂശൽ മാത്രമാക്കി. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പോ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ നടത്തി അതിൽ തന്ത്രിയെ കൊടുക്കാൻ ദേവസ്വം ബോർഡ് നോക്കുന്നത്, ഈ ചോദ്യം ആർക്ക് നേരെ പോകുന്നത്? ഭരണത്തിന് നേരെ, CPM-ന് നേരെ. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ SITയുടെ റിപ്പോർട്ട് പ്രകാരം 1 കിലോ 700 ഗ്രാം സ്വർണമാണ് കാണാതായിട്ടുള്ളത് എന്നാണ്. അത് ദ്വാരപാല ശില്പങ്ങളിൽ നിന്ന് മാത്രം. ഇനി വാതിൽ പാളികളിൽ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2.5 എന്തോ ആണ്. സബ്ജക്ട് അത്രയധികം സ്വർണം നഷ്ടമാകണമെങ്കിൽ ഇവർ എത്ര തവണ ഇത് ഊരിയെടുത്തില്ല? ഒരു തവണ മതി. അതായത് ജൂലൈ 19, 20 ഇത് ഊരിയെടുത്ത് ഇത് എന്താ ചെയ്തതെന്നറിയാം. അതായത് സ്വർണം എന്താ പറയുക പതിച്ചു എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ കട്ടിക്ക് സ്വർണത്തിന്റെ ഷീറ്റ് ഉണ്ടാക്കും. അത് പതിച്ചാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സ്വർണം പതിക്കൽ എന്ന് പറയുന്നത്. ഇത് മാറ്റി സ്വർണം പൂശൽ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രക്രിയയാണ്. പൂശലിന് 400-500 ഗ്രാമേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ 1.7 കിലോഗ്രാം ഉണ്ടായിരുന്ന ദ്വാരപാല ശില്പങ്ങളിൽ 400 ഗ്രാമായി കുറഞ്ഞു. ഏകദേശം 2.5-2.6 കിലോഗ്രാം ഉള്ളതിൽ 500 ഗ്രാം അടുപ്പിച്ച് റഫ്ലി അറൌണ്ട് 500 ഗ്രാമായി കുറഞ്ഞു. പക്ഷെ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. നമുക്ക് ദൂരെ നിന്ന് കണ്ടാൽ സ്വർണം പൂശിയതും സ്വർണം പതിച്ചതും ഒരേപോലെ ഇരിക്കും. ഈ കാര്യമാണ് യഥാർത്ഥത്തിലെ ഇതിലെ കോൺട്രവേഴ്സി ആൻഡ് കേസ്. ഇനി അതിനോടൊപ്പം സുഭാഷ് കപൂർ മോഡലിൽ ഏതെങ്കിലും ആർക്കെങ്കിലും മുറിച്ചു വിറ്റോ മറിച്ചു വിറ്റോ എന്ന ചോദ്യം, അതറിയില്ല. അത് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മറ്റൊരു സംശയം ചോദിക്കട്ടെ. ഈ UB ഗ്രൂപ്പിന്റെ 30 കിലോ സ്വർണ്ണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 30.3 അതിൽ 15 കിലോയോളം ഉള്ളത് താഴികക്കുടത്തിലാണ് അല്ലേ? അവിടെ ഇനി എന്തെങ്കിലും അട്ടിമറി നടന്നു അറിയില്ല. റൂഫും ഇതേപോലെ ഇളക്കാൻ ശ്രമിച്ചു എന്നിടയ്ക്ക് ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് ടോട്ടലി 30.29 അല്ലെങ്കിൽ ഏകദേശം റഫ്ലി 30 താഴികക്കുടം അഴിച്ചു മാറ്റണമെങ്കിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഉറപ്പായും തന്ത്രിയോട് ചോദിക്കണ്ടേ? അല്ല, തന്ത്രിയോട് ചോദിക്കണം. പക്ഷേ തന്ത്രിയോട് ചോദിക്കുന്നത് ഫോർമാലിറ്റി ആൻഡ് അനുജ്ഞയാണ്. അതായത് തന്ത്രിയോട് ചോദിക്കുന്നതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അനുവാദം എന്ന് പറയുള്ളൂ. അപ്പം തന്ത്രി എന്തെന്ന് പറയുമ്പോൾ ഒരു കലശം പൂജിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അയ്യപ്പനോട് അനുമതി ചോദിക്കും. അപ്പൊ അയ്യപ്പൻ അനുമതി കൊടുത്തു എന്ന ഇതിൽ തന്ത്രി പറയും ചെയ്തോളാൻ. ഇതൊരു വളരെ ഇൻഫോർമലായ പ്രോസസ്സാണ്. ഇതിൽ കൃത്യമായ ഇമെയിലും റിട്ടേൺ സാധനങ്ങളും ഒന്നുമില്ല. ചിലത് അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്ത്രിയോട് ചെന്ന് പ്രാർത്ഥനാപൂർവ്വമായി ഇത് വേണമെന്ന് പറയും. തന്ത്രി കലശം ചെയ്യും, അവിടെ പൂജ ചെയ്യും, പ്രാർത്ഥിക്കും, എന്നിട്ട് ഇത് കൊടുക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതുവരെ SIT 100 ദിവസത്തിലധികമായി അന്വേഷിച്ചിട്ടും ശബരിമലയിൽ നിന്ന് പോയ സ്വർണം എവിടെ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് യാതൊരു ഉത്തരവും നൽകിയിട്ടില്ല. നേരെ തിരിച്ച് ഗോവർദ്ധന്റെ ജുവലറി പോയി ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത 500 ഗ്രാം എടുത്തുകൊണ്ട് വരികയും ചെയ്തു. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഇത് ഒപ്പിക്കലാണ്. അതായത് കോടതിയിൽ നാളെ ചോദ്യം വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും റിക്കവർ ചെയ്തു എന്ന് പറയണം. അതായത് നമ്മൾ സ്കൂളിലെ ടീച്ചർക്ക് മുമ്പിൽ ഹോംവർക്ക് ടീച്ചർ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് എഴുതി ടീച്ചർ എന്ന് കാണിക്കുന്നത് പോലെ കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. ഈ തൊണ്ടി മുതൽ പ്രദർശനം എവിടേക്കാണ് നടന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ആരുടെ കയ്യിലേക്ക് പോയി എന്ന കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. അവിടെയാണ് SIT PIT പിണറായി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം തോന്നുന്നത്. 2 തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഇത്രയും കൊട്ടിക്കോഷിച്ച് വാജിവാഹനം എടുത്തുകൊണ്ട് പോയി. തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി വാജിവാഹനം എടുത്തു എന്ന് പറഞ്ഞു. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്ത്രിയോട് ദേവസ്വം ബോർഡുകാർ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വീട്ടിൽ കൊടുത്തുവിട്ട വാജിവാഹനമാണ്. എന്നിട്ട് ചില മഞ്ഞപ്പത്രങ്ങളും മഞ്ഞ ചാനലുകളും 500 കോടി രൂപയാണ് വാജിവാഹനം, തന്ത്രി അത് അടിച്ചു മാറ്റി തുടങ്ങിയ കഥകൾ പറഞ്ഞു. എന്തൊക്കെ കഥകളാണ് SITയുടെ കള്ളക്കഥകളാണ് കേട്ടത്. മറ്റൊന്ന്, ഈ യുവതീ പ്രവേശന സമയത്ത് ശബരിമല നട അടയ്ക്കാൻ തന്ത്രിയുടെ ആ ഒരു വലിയ തീരുമാനമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീധരൻപിള്ളയുടെ ശബരിമല സമരവും സുവർണാവസരം വിധിയും എന്ന പുസ്തകം ഇപ്പം ഇറങ്ങിയല്ലോ. അതിൽ പറയുന്നുണ്ട്
കണ്ടർക്ക് നിയമോപദേശം നൽകിയത് താനാണ് എന്ന് ശ്രീധരൻപിള്ള പറയുന്നുണ്ട്. ശ്രീധരൻപിള്ള സാറാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ പാർട്ടിയിലും എടുത്താൽ ഏറ്റവും മതസൗഹാർദ്ദവാദിയായ എല്ലാവരോടും റീച്ച് ഔട്ട് ചെയ്യുന്ന സർവാദരണീയനായ ഒരു വ്യക്തി. അദ്ദേഹം രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ്. ഗവർണറായിരുന്നു, പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തോട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു നിയമോപദേശം കിട്ടി. എന്താണ് അത്? കോടതി അലക്ഷ്യമാവില്ല, അതായത് സുപ്രീം കോടതി വിധിയുടെ അലക്ഷ്യമാകില്ല, അങ്ങനെ നടയടച്ചാൽ അദ്ദേഹം അത് തന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ വളരെ സ്വാഗതാർഹമാണ്. കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഇത്തരത്തിലുള്ള നല്ല നീക്കങ്ങൾ വേണം. തന്ത്രിയോട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലവും ഒരു പ്രമുഖ സാമുദായിക നേതാവ്, നമുക്കെല്ലാം അറിയാം, ഭാരത കേസരി ആചാര്യൻ മന്നത്തുരാമൻ്റെ കസേരയിൽ ഇന്നിരിക്കുന്ന നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ശബരിമല പോരാട്ടത്തിലെ ഏറ്റവും വലിയ പടനായകനായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉപദേശം കേട്ടാണ് ശ്രീധരൻപിള്ള സാറിനോട് തന്ത്രി സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ എന്നിട്ട് തന്ത്രി ഈ ഉപദേശ നിർദ്ദേശങ്ങൾ തന്ത്രിയോട് അദ്ദേഹം കൊടുക്കുന്നതും വളരെ പോസിറ്റീവാണ്. രണ്ട്, അത് CPM രാഷ്ട്രീയ എതിരായ നിലപാടായത് കാരണം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM എന്ന് പറഞ്ഞുകൂടാ, ശരിക്കും ശ്രീ പിണറായി വിജയന് മാത്രമായിരുന്നു ആ വിഷയത്തിൽ പിടിവാശി. അപ്പോൾ അത്രയും സങ്കീർണമായ ഒരവസ്ഥയിൽ ഞങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഞാനൊക്കെ അപ്പോൾ തല്ലുകൊണ്ട് റോഡിലുണ്ട്. പക്ഷേ തന്ത്രി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിൻ്റെ പവർ വളരെ കൂടുതലാണ്. കാര്യം ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാന കാര്യങ്ങളുടെ അവസാന വാക്ക് തന്ത്രിയാണ്. അപ്പം തന്ത്രി യുവതികളെ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടെടുത്തത് കൂടെയാണ് ശബരിമല പ്രക്ഷോഭം വിജയിക്കാൻ വലിയ കാരണമായി മാറിയത്. ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുറത്തിറങ്ങുന്ന 6ാമത്തെ ആളാണ് തന്ത്രി കണ്ഠരര് രാജീവ്. അതിലൊരു ചെറിയ വ്യത്യാസവും കൂടിയുണ്ട്. ബാക്കി സ്വാഭാവിക ജാമ്യം ഞാൻ പറയാൻ വന്നത് 90 ദിവസം ആകുന്നതിന് മുമ്പ് ജാമ്യം കിട്ടുന്ന 2ാമത്തെ പ്രതിയാണ് തന്ത്രി. കോടതിയുടെ ശക്തമായ വിധിയും SITയെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതും, ശരിക്കും സംശയത്തിന്റെ നിഴലൊന്നുമല്ല, SIT PIT ആയി മാറുന്നതാണ്. അങ്ങനെ SITക്ക് ഇന്ന് SIT ഒരു രാഷ്ട്രീയ ആയുധമായി അധപ്പതിച്ചു. ശരിക്കും വിഷമമുണ്ട്. ആ പോലീസുകാരോട് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ പോലീസുകാർ എന്ത് ചെയ്യാനാണ്? നമ്മൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായ പോലീസിൻ്റെ ഒരു വിഭാഗമല്ലേ SIT. മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഭരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ടീമിൻ്റെ പേരാണ് SIT, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. കേരളത്തിലെ പോലീസുകാർ എന്നല്ലേ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിച്ച് SITയിലെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോലും ഈ രാഷ്ട്രീയ നാടകം നടത്തിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. അതിൻ്റെ പൊളിറ്റിക്സാണ്, അതായത് മുഖ്യമന്ത്രി ചെയ്യുന്നതിൻ്റെ പൊളിറ്റിക്സാണ്. പക്ഷേ ആ പൊളിറ്റിക്സ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസികളുടെ പുറത്ത് പ്രയോഗിക്കരുത്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇത് CPMൻ്റെയും പിണറായി വിജയൻ്റെയും ചരിത്രത്തിൽ, സഖാവ് ശ്രീ പിണറായി വിജയൻ്റെ ചരിത്രത്തിൽ എന്നും ഒരു ഡാർക്ക് എപ്പിസോഡായി, കറുത്ത ഏടായി കിടക്കുകയും ചെയ്യും. ശരി, ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടെ മറ്റാർക്കൊക്കെയോ വേണ്ടി SIT ഹൈക്കോടതിയിലേക്ക് നീങ്ങുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. വളരെയധികം നന്ദി രാഹുൽ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു.